നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ RC രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കുകയാണ്. നേമത്ത് ശിവൻകുട്ടിയെ അടിപതറിച്ചുകൊണ്ട് ശിവൻകുട്ടിയെ നിലം തുടയ്ക്കാതെ RC രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ വിജയിച്ചു എന്ന വാർത്ത ഇതാ വന്നിരിക്കുകയാണ്. നേമത്ത് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയപ്പോൾ ആദ്യഘട്ടത്തിൽ വി ശിവൻകുട്ടിയായിരുന്നു മുന്നിലെങ്കിൽ പിന്നീട് നില ഉറപ്പിച്ച RC ഒരിക്കൽ പോലും പിന്നോട്ട് പോകാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ 1 മുതൽ 5 വരെയുള്ള സീറ്റുകളിൽ BJP നിലനിന്നിരുന്നുവെങ്കിലും പിന്നീട് അപ്രത്യക്ഷമാവുകയായിരുന്നു BJP. അത് ചുരുങ്ങുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു. ഒരു സീറ്റ് പോലും താമര വിരിയിക്കില്ല, നിയമം പൂട്ടി താക്കോൽ എന്റെ കയ്യിലുണ്ട്, എന്റെ കക്ഷത്തിരിപ്പുണ്ട് എന്ന് ശിവൻകുട്ടി പറഞ്ഞിട്ടും ഇതാ RC വിജയിച്ചിരിക്കുന്നു എന്ന വിജയാഘോഷം ഇതാ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലാകുന്നു, നേമത്ത് LDFന്റെ കോട്ടകൾ പോലും പൊളിച്ചടുക്കിക്കൊണ്ട് ഇതാ RC വിജയിച്ചിരിക്കുന്നു. സ്വയം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മത്സരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള ഒരു ആവേശ കൊടുമുടിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. മാരാർജി ഭവനിൽ ആഘോഷം അങ്ങനെ തുടരുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു, നേമത്ത് വിജയിച്ചു എന്ന് മനസ്സിലാകുന്നു. 8000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചതെന്നാണ് ആദ്യം വരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ വരും മണിക്കൂർ പക്ഷേ ഈ ഒരു വോട്ടുകളുടെ എണ്ണം മാറാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ആവേശം അങ്ങനെ വാനോളം ഉയരുകയാണ്. രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചിരിക്കുന്നു. BJPക്ക് 2026 നിയമസഭയിലേക്ക് അങ്ങനെ 2 സീറ്റുകൾ ഇതുവരെ എത്തിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറാണ് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന A ക്ലാസ് മണ്ഡലം, BJPയുടെ A ക്ലാസ് മണ്ഡലമായ നേമത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും വിജയിക്കും എന്ന ഉള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുരേന്ദ്രൻ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഈ പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം ആകെ നേമത്ത് മാത്രമാണ് നേമത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ചാത്തന്നൂരിൽ കൂടി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ചാത്തന്നൂരിലും വിജയം. അങ്ങനെ നിലവിൽ ഇതുവരെ 2 സീറ്റുകളാണ് NDA താമര വിജയിച്ചിരിക്കുന്ന 2 സീറ്റുകളാണ് എന്നുള്ളതാണ്. 2021 അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ BJPയുടെ തേരോട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം. മാത്രമല്ല എല്ലായിടത്തും BJPയുടെ വോട്ട് വിഹിതം BJP വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതുകൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ വിജയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാരാർജി ഭവനിലെ ആഘോഷം അങ്ങനെ വാനോളം മണപൊട്ടുകയാണ്. തീർച്ചയായിട്ടും ഇത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. കേരളം ഒന്നടങ്കം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ച ഒരു വ്യക്തിയാണ്. എന്തായാലും രാജീവിന്റെ ഈ ഒരു വിജയം അത് പൂർണ്ണമായും എല്ലാവർക്കും അത് എടുത്തു പറയേണ്ടതും തന്നെയാണ്. പൂർണ്ണമായും അത് ആഘോഷിക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ്, നമുക്ക് എടുത്തു പറയാം.